ഹായ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഒരു വീഡിയോ സ്കിൻ കെയറോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാൻ തന്നെ കാരണം എൻ്റെ ഫേസ് നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ ആ ഫോട്ടോയിൽ, അതുപോലെ മൊത്തം പിമ്പിൾസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം മനസ്സിലാവും. അതെൻ്റെ പിമ്പിൾസ് മാറിയ ടൈമിലേ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനൊരു വീഡിയോ ഇടണം, ഇതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും യൂസ് ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെപ്പോലെ ഇങ്ങനെ പിമ്പിൾസ്, ഞാൻ ഈ യൂട്യൂബിൽ പല ക്രീമിൻ്റെ റിവ്യൂ ഒക്കെ ഉണ്ടാവും, അതെല്ലാം ചെയ്തിട്ടും കണ്ടിട്ടും വാങ്ങിയിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ പോകും, പിമ്പിൾസ് ഉള്ള ടൈമിൽ നിങ്ങൾ അതുപോലത്തെ റിവ്യൂ ഒന്നും കണ്ടിട്ട് വാരി വലിച്ച് വാങ്ങി തേക്കാതിരിക്കുക. നിങ്ങൾക്ക് നോർമലായിട്ടൊരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അവർ ഓയിൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണിച്ചിട്ട് അത് വാങ്ങി തേച്ച് നോക്കുക. അങ്ങനത്തെ ചില വീഡിയോസും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് കുറച്ച് എനിക്ക് യൂസ് ആയിരുന്നു. പണ്ടെല്ലാം എനിക്ക് അവിടെ ഇവിടെ എപ്പോഴെങ്കിലൊക്കെ നമ്മളൊരു സ്കിന്നെ നമ്മൾ എത്ര കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, എത്ര സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുരു വരാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതുപോലത്തെ ഇങ്ങനത്തെ റിവ്യൂ എല്ലാം കണ്ടിട്ട് ഫാർമസി പോയിട്ട് അങ്ങനത്തെ വാങ്ങിയിട്ട് എനിക്ക് യൂസ് ആയിട്ടുള്ള ഓയിൻമെൻറ്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഓയിൻമെൻറ്റ് ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ്. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതത് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുള്ളവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അയച്ചു തരാം. എല്ലാ ഫാർമസിനും കിട്ടും. ഒരു 200 അങ്ങനെ എന്തോ ആണ്, ഓർമ്മയില്ല, ഇപ്പം കുറേ ആയി. നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. എന്നെപ്പോലത്തെ അവസ്ഥ നിങ്ങൾ എത്ര കാണിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് മാറ്റമല്ല, അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കി. നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച, ഞാനിത് യൂസ് ചെയ്തത് രാവിലെയും വൈകുന്നേരം ഒക്കെ. പക്ഷേ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലാണല്ലോ, പുറത്ത് പോകുന്നില്ല ആ ടൈമിൽ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ തേക്കും, അത് കയറ്റി തേക്കും. അത് ഒന്ന് സ്കിന്നായിട്ട് ഒന്ന് ഉണങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഞാനിത് യൂസ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ യൂസ് ചെയ്തിട്ടാണ് എനിക്കിത് ഒരു മാർക്കറ്റ്. ഇതിപ്പം പലർക്ക് പല രീതിയിലും ഹോർമോൺ ചേഞ്ച് കൊണ്ടോ എന്തുകൊണ്ടോ കുരു വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പ് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ്. ഇപ്പം എന്തൊക്കെ ആയാലും ഇത് കുരു പോകേണ്ട ആക്നെ ക്ലിയർ ജെൽ എന്ന ഒരു ഓയിൽമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മുഖത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിത് എത്രത്തോളം, ഞാൻ മോയ്സ്ചറൈസർ മാത്രം തേച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെയൊരു എൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ മുഖത്ത് തേച്ച്, എന്താ ഗ്ലോ അല്ല, അത് ഓയിലി സ്കിന്നാണ്. എൻ്റെ ഫേസിൽ എപ്പോൾ ചിലപ്പോൾ ഇന്ന് കണ്ട പോലെ ഇരിക്കുന്ന നാളെ എൻ്റെ ഫേസ് ഉണ്ടാവും, ചിലപ്പോൾ നാളെ വല്ല പിമ്പിൾസ് വന്ന് അറിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ നിങ്ങൾക്ക് ആർക്കുണ്ടോ?